എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക്, നിങ്ങൾക്ക് ഇന്നലെ റിസൾട്ട് വന്ന സമയത്ത് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ റീവാലേഷന് അപേക്ഷിക്കുക, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ റീവാലേഷൻ അപേക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ എന്താണ് റീവാലേഷൻ, എന്താണ് സ്ക്രൂട്ടിനി, എന്താണ് ഫോട്ടോ കോപ്പി എന്നിവ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റീവാലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ടീച്ചേഴ്സ് വാലേഷൻ ചെയ്യും. അതായത് ഒന്നുകൂടി എടുത്തിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് എത്ര മാർക്കിംഗ് ആണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് ഒന്നുകൂടി വാലേഷൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് കണക്കാക്കും. ഇതാണ് റീവാലേഷൻ എന്ന് പറയുന്നത്. റീവാലേഷൻ, ഒരു സബ്ജക്റ്റിന് റീവാലേഷൻ കൊടുക്കാനായിട്ട് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവ ഡബിൾ വാലേഷൻ നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിന് റീവാലേഷനോ അതല്ലെങ്കിൽ സ്ക്രൂട്ടിനിയോ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റീവാലേഷൻ അപേക്ഷിച്ച് 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. 10% എന്ന് പറയുമ്പോൾ റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ നിങ്ങൾക്ക്, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് റീവാലേഷന് മുമ്പുള്ളത്, നിങ്ങൾക്ക് ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 24 മാർക്കാണെന്ന് വിചാരിക്കാം. റീവാലേഷന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 80ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 24 മാർക്ക് റീവാലേഷന് ശേഷം നിങ്ങൾക്ക് അതായത് ഒരു 32 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. 32 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 8 മാർക്ക് കൂടുതലും 32ഓ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂട്ടണം. 60ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 25 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ റീവാലേഷന് അപേക്ഷിച്ചു. റീവാലേഷന് ശേഷം നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 25 മാർക്കുള്ള സബ്ജക്റ്റിന് കിട്ടിയിട്ടുള്ള മാർക്ക് ഒരു 31 മാർക്കാണെന്ന് വിചാരിക്കാം. 31 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ 31 അതിൽ കൂടുതലാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അതായത് അങ്ങനെ നോക്കുന്ന സമയത്ത് 25 31 ആണെങ്കിൽ 6 മാർക്കോളം കൂടിയിട്ടുണ്ട്. അതായത് ഇവിടെ 6 മാർക്ക് കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് 10% മാർക്ക് കൂടി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 8 മാർക്ക് കൂടുകയോ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 6 മാർക്ക് കൂടുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ 500 രൂപ ഏത് സബ്ജക്റ്റിനാണോ കൂടിയത് അതിനനുസരിച്ച് റീഫണ്ട് കിട്ടും. അതേസമയം മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ റീഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലേഷന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് സൂക്ഷ്മ പരിശോധന, അതായത് സ്ക്രൂട്ടിനിയാണ്. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വാലേഷൻ ചെയ്ത സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ, അതുപോലെ കൂട്ടിയിട്ടുള്ള ആകെ മാർക്ക് തെറ്റിയതാണോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആകെ ഇട്ടിട്ടുള്ള മാർക്ക് ജസ്റ്റ് കറക്റ്റായിട്ടാണോ ഇട്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നതിനാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീവാലേഷൻ അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയ്ക്ക് സൂക്ഷ്മ പരിശോധന ഇല്ല. അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയാണ് ഫീസ് വരിക. മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടിയ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റീവാലേഷൻ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടിയ മാർക്കാണ് പരിഗണിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് റീവാലേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു 24ആണ്. എന്നാൽ റീവാലേഷൻ അപേക്ഷിച്ച ശേഷം ഒരു 20 മാർക്കേ ഉള്ളൂവെങ്കിൽ നിങ്ങളുടെ ഒരു 24 മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതായത് കൂടിയ മാർക്കാണ് പരിഗണിക്കുക. ഇനി അടുത്തത് ഫോട്ടോ കോപ്പിയാണ്. ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സിൻ്റെ ഒരു ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിക്കുന്നത്. ഫിസിക്സിൻ്റേത്, അതുപോലെ കെമിസ്ട്രി, മാത്സ് എന്നിവയുടേതൊക്കെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം. എന്നാൽ അതിനൊന്നും റീവാലേഷൻ, സ്ക്രൂട്ടിനി എന്നിവ ഇല്ല. കാരണം അത് ഡബിൾ വാലേഷൻ ചെയ്യപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് തപാൽ മുഖേനയോ സ്കൂൾ വഴിയോ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരെ കൊണ്ട് വാലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാ സെക്രട്ടറിക്ക്
ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ മാർക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടി വാല്യുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കൂടിയ മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങളുടെ ഏത് സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്കാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഒന്നുകിൽ സ്കൂൾ വഴി ആയിരിക്കും, അല്ലെങ്കിൽ തപാൽ മുഖേനയായിരിക്കും അയച്ചു തരിക. ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. ഇതിനൊക്കെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ഒരു ഫോമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു റീവാലുവേഷൻ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. റീവാലുവേഷൻ 500 രൂപയാണ്. റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കൂടിയാലും കുറഞ്ഞാലും കൂടിയ മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ സ്ക്രൂട്ടിനി ആണെങ്കിൽ അതിന് 100 രൂപയാണ് ഫീസ്. ഫോട്ടോ കോപ്പി ആണെങ്കിൽ അതിന് 300 രൂപയാണ് ഫീസ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇതിന് സ്കൂളിൽ പോയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനായിട്ട് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ ആണെങ്കിൽ റീവാലുവേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ സ്ക്രൂട്ടിനി ആണെങ്കിൽ സ്ക്രൂട്ടിനിയുടെ ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോ കോപ്പി ആണെങ്കിൽ ഫോട്ടോ കോപ്പിയുടെ ആപ്ലിക്കേഷൻ ഫോം എന്നിവയാണ് വേണ്ടത്. ഇതോടൊപ്പം എത്ര സബ്ജക്റ്റ് നിങ്ങൾ ഈ ഒരു പരീക്ഷയിലെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഫീസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടുമാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായത് ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളോട് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി ചോദിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് റീഫണ്ട് അർഹതയുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗൾഫ്, ലക്ഷദ്വീപ് രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതത് സ്കൂളുകളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ മെയ് 27-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.